ആദ്യം നമ്മൾ ആൻഡ്രോയിഡിൻ്റെ ഉള്ളിൽ നമ്മളൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു സ്പിന്നർ ആഡ് ചെയ്യുക, അതേപോലെ ഒരു ടെക്സ്റ്റ് വ്യൂ ആഡ് ചെയ്യാം. ടെക്സ്റ്റ് വ്യൂവിൻ്റെ ടെക്സ്റ്റ് ആയിട്ട് നമ്മളിവിടെ സെലക്ട് ലാംഗ്വേജസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ നമ്മൾ സ്പിന്നറിൻ്റെ ID ചെയ്തിട്ട് 1 എന്നാക്കിയിട്ടുണ്ട്. ഏകദേശം നമ്മൾ കോഡിക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമ്മൾ സ്പിന്നെന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ട് സ്പിന്നറിൻ്റെ ID 1 പാസ് ചെയ്യുന്നുണ്ട്. അതേപോലെ വേറൊരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്തിട്ട് ലാംഗ്വേജ് എന്ന് നെയിമുള്ള ആ സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെയാണോ ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ലാംഗ്വേജ് എന്ന് കൊടുത്തുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളിവിടെ ജാവ, C++, ജാവ സ്ക്രിപ്റ്റ് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ അറേ അഡാപ്റ്റർ ക്രിയേറ്റ് ചെയ്യേണ്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്ത ലാംഗ്വേജ് അതിനുള്ളിൽ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ സ്പിന്നറിൻ്റെ ഉള്ളിൽ നമ്മൾ ലാംഗ്വേജ് കൊടുത്ത ജാവ, C++, അതേപോലെ ജാവ സ്ക്രിപ്റ്റ് ഇതൊക്കെ ഉണ്ട്. നമ്മൾ സെറ്റ് ഓൺ ഐറ്റം സെലക്റ്റഡ് ലിസണർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഏത് സ്പിന്നറിൻ്റെ ഉള്ളിലൊരു ഐറ്റം ചൂസ് ചെയ്യാണ്. അതേപോലെ ഒരു ടെമ്പ് എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഏത് ഐറ്റമാണോ സെലക്ട് ചെയ്തത് അത് അതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കണം. ഇപ്പോൾ നമ്മളെ ടെമ്പിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഐറ്റം സെലക്ട് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കും. പിന്നെ അത് സ്റ്റോർ ചെയ്ത ഐറ്റം ടോസ്റ്റ് ചെയ്യാൻ നമ്മൾ ടോസ്റ്റ് മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇനിയിപ്പോൾ ഒന്നും നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അടിയിലൊരു ഫംഗ്ഷൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ സെലക്ട് ലാംഗ്വേജ് എന്നിട്ട് ടോസ്റ്റ് ചെയ്ത് കാണിക്കും. നമ്മുടെ ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഉണ്ടാവുക. നമ്മൾ ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പോൾ അതിലൊരു ജാവ, C++, അതേപോലെ ജാവ സ്ക്രിപ്റ്റ് എന്നുണ്ടാവും. മേലെ നമ്മൾ സെലക്ട് ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് വ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഐറ്റം സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ C++ പറഞ്ഞ ഐറ്റം സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ C++ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ടെമ്പിൻ്റെ ഉള്ളിൽ ഈ C++ ടോസ്റ്റ് ചെയ്ത് കാണിക്കും.